അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. وعن أنس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم ليس منا من لم يرحم صغيرنا ولم يوقر كبيرنا. رواه مسلم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കേരളീയ സമൂഹത്തിൽ ഇന്നും രണ്ട് സാമൂഹിക തിന്മകൾ ധാരാളമാണ്. അത് ഓരോ ദിവസവും അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന്, കുട്ടികളോടുള്ള ക്രൂരത. സ്വന്തം പ്രസവിച്ച അമ്മ, സത്യത്തിൽ മലയാള സാഹിത്യത്തിൽ അവരെ അമ്മയെന്ന് വിളിക്കാൻ പാടില്ല. കാരണം 9 മാസം ഗർഭം ചുമന്ന് ത്യാഗങ്ങളും പ്രയാസങ്ങളും അവൻ അനുഭവിച്ച് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ കളയുന്ന വല്ലാത്തൊരവസ്ഥയാണത്. ആ കുഞ്ഞിനെ വലിച്ചെറിയുന്ന അമ്മ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന്, കാമുകന് വേണ്ടി ആലോചിക്ക്, സ്വന്തം കുഞ്ഞിനോട് ക്രൂരത കാട്ടുന്ന മുസ്ലിം നാമധാരി ഓരോ ദിവസവും അധികരിക്കുകയാണ്. വേണ്ടെങ്കിൽ അത് വളർത്താൻ കൊടുക്ക്. ഇതിനെ കൊല്ലുന്നത് എത്രയോ അമ്മമാരുണ്ട് കേരളത്തിൽ, മക്കളില്ലാത്തവർ. ആലോചിക്ക്, അവർക്ക് കാണുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? 10, 14, 15 വർഷമായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത അമ്മമാരുണ്ട് നമുക്കിടയിൽ, ഉമ്മമാരുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഈ കൂറ നടക്കുന്നത്. അതുകൊണ്ട് ആ സാമൂഹ്യ വിപത്തുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ എന്താണ്? പ്രായമായ ആളുകൾ ഉപദ്രവിക്കുക, മാതാപിതാക്കൾ ഉപദ്രവിക്കുക, വയോജനങ്ങളെ പ്രയാസപ്പെടുത്തുക. ഈ രണ്ട് സാമൂഹ്യ തിന്മയുമായി ബന്ധപ്പെട്ടാണ് ഹദീസ്. പ്രവാചകൻ പറഞ്ഞു, വലൈസ മിന്ന, നമ്മിൽ പെട്ടവനല്ല. രണ്ടർത്ഥമുണ്ട് ഇതിന്. ഒന്ന്, മുസ്ലിങ്ങളല്ല, മുസ്ലിം ആവില്ല. 2, അവരാരും മനുഷ്യരല്ല കേട്ടോ. അതാണ്, അവരാരും മനുഷ്യരല്ല. മല്ലം ഇർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ. കുട്ടികളോട് കരുണ കാണിക്കാത്തവർ മനുഷ്യരല്ല, മുസ്ലിമീങ്ങളല്ല. വലം യുവക്കിർ കബീറന, പ്രായമായ ആളുകളെ ആദരിക്കാത്തവൻ, പ്രായമായ മാതാപിതാക്കളെ വയോജനങ്ങളെ ബഹുമാനിക്കാത്തവൻ, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാത്തവർ. ആ ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് 56 വയസ്സ് വരെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി പ്രായം ചെന്ന് സ്വത്തിന് വേണ്ടി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ വന്നു കയറിയ പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് മാതാപിതാക്കളെ ചവിട്ടി പുറത്താക്കുക. എങ്ങനെ സാധിക്കുന്നു? ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ഉമ്മമാരുണ്ട്. അവരെ കണ്ണടയുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാക്കുക. കയറി ചെല്ലുമ്പോ ഉമ്മ എന്ന് വിളിക്കുമ്പോ, ഉമ്മ എന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കാൻ ആ വീട്ടിൽ ആളില്ല എങ്കിൽ ഇവിടെ കണ്ണ് നിറഞ്ഞു പോകും. നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നത്, നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചു വന്നത്. ആ പ്രായമായ ഘട്ടത്തിൽ അവർ അല്ലാഹു തആല തരുമ്പോ അവർക്ക് പോണെന്ന് പോകണ്ടല്ലോ. പോണോ? വേണ്ട. അവർക്ക് നല്ല വസ്ത്രം വേണോ? വേണ്ട. നമ്മൾ കഴിക്കുന്ന പോലെ ഫുഡും വേണോ? വേണ്ട. ചേർത്ത് പിടിച്ചാൽ മതി. വേറെന്താ അവർക്ക് വേണ്ടി? വയസ്സാം കാലത്ത് നമ്മൾ ജീവിക്കും പോലെ ഉപരിതോണ്ടിരിക്കല്ല അവരൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി. വാപ്പയില്ലാത്ത വേദന അല്ലെ? പലപ്പോഴും വാപ്പമാര് മരണപ്പെടുമ്പോഴാണ് ഉമ്മമാര് ഡൗൺ ആകും. ഒന്നിനും താല്പര്യമില്ല.
ആ വീടിന്റെ ഉള്ളിൽ മുറിയിൽ മൂലം കൊടുക്കും നിസ്കാരവും തസ്ബീഹും തഹ്ലീലും ഖുർആൻ പാരായണങ്ങളുമായി. അപ്പൊ അത് ചേർത്ത് പിടിച്ചാ പോരെ? നമ്മുടെ വയസ്സാകൂലേ? നമ്മൾ പ്രായമാകൂലേ? ഈ കാണുന്ന യൗവനങ്ങളും ആരോഗ്യങ്ങളും സമ്പത്തൊക്കെ നശിച്ച് നമ്മളും താഴെ വീഴൂല്ലേ? അപ്പൊ നമ്മുടെ മക്കളും ചേർത്ത് പിടിക്കണ്ടേ? അതുകൊണ്ട് ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിടണം, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. വലം യർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ. വലം യുവക്കിർ കബീറന, പ്രായമായവരെ ബഹുമാനിക്കാത്തവൻ. ബഹുമാനിക്കണം, കുട്ടികളോട് കരുണ കാണിക്കണം. കുട്ടികൾ തെറ്റ് ചെയ്താൽ എടാന്നല്ല വിളിക്കേണ്ടത്. ഖുർആൻ അങ്ങനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല. എടാന്ന് വെടിന്ന് വിളിക്കരുത്. ഇപ്പൊ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നു, മകൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ മോനെ മോളെ സുബഹി നിസ്കരിച്ചു. എന്ത് രസമാണ് വിളിയെന്നറിയുമോ? എടാന്ന് വെടിന്ന് പേർന്ന് വിളിക്കണ്ട. ഖുർആൻ യാ ബുലയ്യ എന്നാ പറഞ്ഞത്, പൊന്നു മോനെന്ന് വിളിക്കാനാ പറഞ്ഞത്. വിളിച്ചു നോക്കി നിങ്ങള്. മോളെ സുബഹി നിസ്കരിച്ചോ, മോനെ സുബഹി നിസ്കരിച്ചോ. എന്ത് രസമാണ് ആ വിളി. മോനെ സ്കൂളിൽ നിന്ന് വന്നല്ലേ, അസർ നിസ്കരിച്ചോ. ഇങ്ങനെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പിൻപറ്റുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.